സംസ്ഥാന സർക്കാരിന്റെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിസന്ധി ഘട്ടങ്ങളിൽ കേന്ദ്രവിഹിതങ്ങൾ വെട്ടിക്കുറച്ചപ്പോഴും ആഭ്യന്തര വരുമാനം വർദ്ധിച്ചത് കേരളത്തിന് കരുത്തായെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സർക്കാരിന്റെ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി എറണാകുളത്ത് നടന്ന എന്റെ കേരളം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. 500-ലധികം ആളുകളാണ് മുഖാമുഖം പരിപാടിയിൽ പങ്കെടുത്തത്. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നടക്കുന്ന ജനസമ്പർക്ക പരിപാടിയാണ് മുഖാമുഖം. എറണാകുളത്ത് നടന്ന ചടങ്ങ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. മന്ത്രി പി രാജീവ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മന്ത്രിമാരായ കെ.ബി. ഗണേഷ് കുമാർ, ജി.ആർ. അനിൽ, പി പ്രസാദ്, മറ്റ് ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. കേരളത്തിന്റെ ദുരന്തഘട്ടങ്ങളിൽ ആവശ്യമായ കേന്ദ്ര സഹായം ലഭിച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഇത് സാമ്പത്തിക രംഗത്ത് ശ്വാസമുട്ട് അനുഭവിക്കേണ്ട നിലയുണ്ടാക്കി. എന്നാൽ ആഭ്യന്തര വരുമാനം വർദ്ധിപ്പിച്ച് കേരളം പ്രതിസന്ധിയെ മറികടന്നു. കേരളം തകരുന്നു എന്ന പ്രതീതിയാണ് സൃഷ്ടിക്കപ്പെടുന്നത്. എന്നാൽ വളർച്ചയും ഉയർച്ചയുമാണ് ഉണ്ടാകുന്നതെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. തനത് വരുമാനത്തിൽ വലിയ വർധനവ് ഈ കാലയളവിലുണ്ടായി. ഇതെല്ലാം കൊണ്ടാണ് തകരാതെ പിടിച്ചു നിൽക്കാൻ നമുക്ക് കഴിഞ്ഞത്. നമ്മുടെ സംസ്ഥാനം എന്തോ വല്ലാതെ തകരുന്നു എന്ന പ്രതീതി സൃഷ്ടിക്കുമാറുള്ളതാണ്. യഥാർത്ഥത്തിൽ തകർച്ചയല്ല, വളർച്ചയും ഉയർച്ചയുമാണ് നമ്മുടെ സംസ്ഥാനത്തിന് ഉണ്ടായിട്ടുള്ളത്. കേരളത്തിലെ അതിഥി തൊഴിലാളികളുടെ മക്കൾക്ക് നിർബന്ധമായും സ്കൂൾ വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടിയുള്ള പദ്ധതി മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. എറണാകുളത്തെ മുഖാമുഖം പരിപാടിയിൽ നല്ല ജനപങ്കാളിത്തം ഉണ്ടായിരുന്നതായി മന്ത്രി പി രാജീവ് പറഞ്ഞു. 3520 കോടി രൂപയുടെ കൊച്ചി കനാൽ നവീകരണ പദ്ധതിക്ക് മന്ത്രിസഭ അംഗീകാരം നൽകിയിട്ടുണ്ട്. കൊച്ചിയിലെ വിവിധ പ്രവർത്തനങ്ങൾക്കായി കിഫ്ബി വഴിയാണ് ഫണ്ട് നൽകുന്നതെന്ന് മന്ത്രി പി രാജീവ് ചൂണ്ടിക്കാട്ടി. വളരെ പ്രസക്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ എല്ലാം തന്നെ ഉയർന്നു വന്നു. ഇന്ന് തന്നെ ക്യാബിനറ്റ് അംഗീകരിച്ച കൊച്ചിയുടെ കായൽ റിജുനുവേഷൻ്റെ പദ്ധതി 3520 കോടിയുടെയാണ്. കൊച്ചിക്ക് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ഒരു അലോക്കേഷനാണ് ഇവിടുത്തെ കനാലുകൾ റീജുനുവേറ്റ് ചെയ്യുന്നതിനും മലിനജലം കൈകാര്യം ചെയ്യുന്നതിനുള്ള പ്ലാന്റുകൾക്കും വേണ്ടി അനുവദിച്ചിട്ടുള്ളത്. നമ്മുടെ നാടിൻ്റെ സമഗ്രമായ വികസനം സാധ്യമാകുന്നത് കിഫ്ബി വഴിയുള്ള പദ്ധതിയാണ്. വളരെ നല്ല ആശയങ്ങൾ മുഖാമുഖം പരിപാടിയിൽ ഉരുത്തിരിയുന്നുണ്ടെന്ന് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ പറഞ്ഞു. ഈ ഒരു പരിപാടി എന്ന് പറയുന്ന കേരളത്തിലെ ജനങ്ങൾ നവകേരള സൃഷ്ടിക്ക് ഏറ്റവും വലിയൊരു ഊർജം പകരുന്ന ഒരു നല്ല പദ്ധതിയാണ്. വളരെ വിജയകരമായി തന്നെ നടക്കുന്നതിൽ ഒത്തിരി സന്തോഷം. കേന്ദ്ര സഹായവും ഇടപെടലും ഉണ്ടെങ്കിലേ തീരദേശ വികസനം സാധ്യമാകൂ എന്ന് വൈപ്പിൻ എം.എൽ.എ. കെ.എൻ. ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. കുറച്ചു നാളുകളായി കേന്ദ്ര സഹായം ശരിയായി ലഭ്യമല്ല. തീരദേശ റോഡിന്റെ ഭാഗമായി കടലിനടിയിലൂടെയുള്ള തുരങ്കപാത എന്ന ആശയം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കേന്ദ്ര സഹായമുണ്ടെങ്കിൽ ദീർഘകാല പദ്ധതിയായി അത് നിലവിൽ വരുമെന്നും എം.എൽ.എ. വ്യക്തമാക്കി. കേരളത്തിൻ്റെ ഒരു പരിച്ഛേദമാണ്, പ്രത്യേകിച്ച് നമ്മുടെ ജില്ലയുടെ ഒരു പരിച്ഛേദം എന്ന നിലയിലുള്ള വ്യക്തിത്വങ്ങളാണ് ഇതിൽ പങ്കെടുക്കുന്നത്. തീരദേശത്തെ വികസനത്തെ സംബന്ധിച്ച് പറയുമ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ കൂടി നല്ല സഹായവും ഇടപെടലും ഉണ്ടാകേണ്ട ഒരു മേഖലയാണ്. കുറച്ച് നാളുകളായിട്ട് അത്തരത്തിലുള്ള സഹായങ്ങൾ ലഭ്യമല്ല. 17-ാം തീയതിയാണ് എറണാകുളം ജില്ലയിലെ എന്റെ കേരളം പ്രദർശന വിപണനമേള ആരംഭിക്കുക. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ് വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെയാണ് മേള സംഘടിപ്പിക്കുന്നത്. അമൃത ന്യൂസ്, കൊച്ചി.